ഹലോ DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നിറം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ എണ്ണയെക്കുറിച്ചിട്ടാണ്. എല്ലാവരും പറയാറുണ്ട് തൊലി വെളുപ്പിലൊന്നും അത്ര കാര്യമില്ല എന്ന്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും ഉള്ളിലെ ആഗ്രഹം നല്ല വെളുത്ത നിറം കിട്ടണമെന്ന് തന്നെയാണ്. അപ്പോൾ അത് കുട്ടികൾക്കായാലും ശരി മുതിർന്നവർക്കായാലും അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ എണ്ണയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്പെഷ്യൽ എണ്ണ എന്ന് പറയുമ്പോൾ കരിഞ്ജീരക എണ്ണയാണ്. പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഇത്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ആദ്യം തന്നെ പറയാം, കുട്ടികൾക്കും മുതിർന്നവർക്കും നിറം വയ്ക്കാനായിട്ട് ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു എണ്ണയാണിത്. ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇത് നിറം വയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്കിന്നിലുള്ള മറ്റ് പ്രോബ്ലംസൊക്കെയുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് ഈ കരിഞ്ജീരക എണ്ണ. അപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് കരിഞ്ജീരകവും 2 കപ്പ് തേങ്ങ ചിരകിയതുമാണ്. ഇതിൽ 2 കപ്പ് എന്നുള്ളത് കുറച്ച് കൂടിയാലും അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ 2 കപ്പ് കരിഞ്ജീരകത്തിലേക്ക് കുതിരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കാം. 4 മണിക്കൂറിന് ശേഷം ഈ കരിഞ്ജീരകം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത ശേഷം ആ വെള്ളം മാറ്റി വയ്ക്കുക. ആ വെള്ളം ഒരിക്കലും നമ്മൾ കളയരുത്, നമുക്കതുകൊണ്ട് വേറെയും ആവശ്യമുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മളത് മാറ്റി വയ്ക്കുക. ഈ കുതിർത്തിയെടുത്ത കരിഞ്ജീരകം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. നിങ്ങൾ സാധാരണ ഏത് ജാറിലാണോ അരച്ചെടുക്കുന്നത് അതിലിട്ട് അരച്ചെടുക്കുക. കുറച്ച് വലിയ ജാറ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് വലിയൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ കരിഞ്ജീരകത്തിനോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് തേങ്ങ കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കരിഞ്ജീരകം കുതിർക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ വെള്ളം കൂടി ഇതിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം വെള്ളം കൂടാനായിട്ട് പാടില്ല. കാരണം ഈ എണ്ണ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ വെള്ളം വറ്റി കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് അരഞ്ഞു കിട്ടാനായിട്ട് പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കുതിർത്ത കരിഞ്ജീരകവും അതുപോലെ തന്നെ 2 കപ്പ് തേങ്ങയും കുതിർക്കാനായിട്ട് ഉപയോഗിച്ച വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതൊന്നുകിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ അരിപ്പ് ഉപയോഗിച്ചിട്ടോ അരച്ചെടുക്കുക. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് എണ്ണ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. ഈ എണ്ണ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള എണ്ണയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു ഇരുമ്പിൻ്റെ ചട്ടി ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കരിഞ്ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെയും ആ ഒരു മിക്സ് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മളിത് തിളച്ച് വരുമ്പോൾ നമ്മൾ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ കൈയെടുക്കാതെ തന്നെ എപ്പോഴും ഇളക്കി കൊണ്ടൊഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടും. തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്. ഏകദേശം ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ട് തന്നെ വറ്റി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് വെള്ളം അരയ്ക്കുന്ന സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വറ്റി വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്ത് അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് വറ്റി വരുമ്പോൾ ചട്ടിയുടെ അടിയിൽ അതിൻ്റെ ആ ഒരു കരിഞ്ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെയും ആ ഒരു ചണ്ടി മാത്രമായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ വെന്ത വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ചണ്ടി മാത്രമായിട്ട് കാണുമ്പോൾ ഇതിൽ നിന്നും ഓയിലൊന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നമുക്ക് ഈ ചണ്ടിയിൽ നിന്നാണ് ഓയിൽ കിട്ടുന്നത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് വേസ്റ്റ് മാത്രമായിട്ട് അടിയിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ടാൽ അപ്പോൾ തന്നെ അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് വറ്റി വരുന്ന സമയത്താണ് അപ്പോൾ എണ്ണ നമുക്ക് കിട്ടുന്നത്. എണ്ണ മുഴുവനായിട്ട് വന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് അതിൽ നിന്ന് ആ വേസ്റ്റ് എടുത്ത് മാറ്റാം.
അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് നിങ്ങളൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും ദേഹം മുഴുവൻ തേച്ച് പിടിപ്പിക്കാം. മുഖത്തും ശരീരം മുഴുവൻ ഈ എണ്ണ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളിത് ചെയ്യാം. എന്നിട്ട് കുളിക്കുന്ന സമയം ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഇങ്ങനെ നിങ്ങൾ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നന്നായിട്ട് തന്നെ നിറം വയ്ക്കുന്നതാണ്. കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം തോന്നും. ചർമ്മത്തിന് നിറം കിട്ടാനായിട്ട് മാത്രമല്ല, മുഖത്തെ ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ കറുത്ത പാടുകൾ പിമ്പിൾസൊക്കെ വന്നിട്ടുള്ളതിൻ്റെ മാർക്സൊക്കെ മാറിക്കിട്ടാനും ഏറ്റവും നല്ലതാണ് ഈ എണ്ണ. മാത്രമല്ല, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചൂടുകാലത്ത് ഉണ്ടാകുന്ന ആ ചൂടുകുരു മാറാനും കുട്ടികളെ ഇത് തേച്ച് കുളിപ്പിച്ചാൽ മതി. ഇനി മുടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ താരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ടൊക്കെ വളരാൻ വേണ്ടിയിട്ടും ഏറ്റവും ബെസ്റ്റാണ് ഈ ഓയിൽ. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലതായിട്ടുള്ള ഒരു ഓയിലാണ് കരിഞ്ജീരക എണ്ണ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്